ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു കർക്കിടക മാസം കൂടെ വന്നിരിക്കുകയാണല്ലേ. എല്ലാവരും രാമായണം വായിക്കാറുണ്ടോ? വായിക്കുന്നവരുണ്ടാവാം, വായിക്കാത്തവരുണ്ടാവാം, അതിൽ താല്പര്യമുള്ളവരുണ്ടാവാം. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. കാരണം ഞാൻ വായിക്കാറുണ്ട്. ഞാൻ രാമായണമല്ല വായിക്കാറ്, ഞാൻ നാരായണീയം, ലളിതാ സഹസ്രനാമം, കനകധാരാ സ്തോത്രം, അങ്ങനെ കുറച്ച് എനിക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് ബുക്കുകളുണ്ട്, അത് ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ ഈ രാമായണം വായിക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിന് പട്ടിണി ഇടാൻ പാടില്ല എന്നാണ് പറയുക. അതായത് ഡെയിലി 2 ലൈനെങ്കിലും അത് കഴിയുന്നവരെ നമ്മൾ വായിക്കണം. അപ്പോൾ നമ്മൾ നോൺ വെജ് ഒന്നും കഴിച്ച ദിവസം നമുക്കത് വായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഏകശ്ലോകി രാമായണം ഉണ്ട്, അതാണ് ഡെയിലി ചൊല്ലുന്നത്. അതായത് അത് ഞാൻ പറഞ്ഞുതരാം. അതായത് പൂർവ്വം രാമതപോവനാദിഗമനം, ഹത്വാമൃഗം കാഞ്ചനം, വൈദേഹീഹരണം, ജടായുമരണം, സുഗ്രീവ സംഭാഷണം, ബാലി നിഗ്രഹണം, സമുദ്രതരണം, ലങ്കാപുരി ദാഹനം, പശ്ചാത് രാവണ കുംഭകർണ നിധനം, ഹേതദ്ദി രാമായണം. ഇതാണ് ഏകശ്ലോകി രാമായണം. ഇത് നമ്മൾ ഡെയിലി ചൊല്ലിയാലും രാമായണം മുഴുവൻ ചൊല്ലി തീർത്ത ഒരു ഇതാണ് പ്രാധാന്യമാണെന്നാണ് പറയുന്നത് കേട്ടോ.